നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ യുവന്റൂഡയെ സാന്റോസ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ നെയ്മർ ജൂനിയറുടെ വക ഹാട്രിക്ക് പിറന്നിരിക്കുന്നു. നെയ്മർ വളരെ ഹാപ്പിയാണ്. ടീമിനെ റെലഗേഷൻ സോണിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഈ ഹാട്രിക്കിന് ശേഷമുള്ള നെയ്മർ ജൂനിയറുടെ പ്രതികരണം ഒന്ന് നോക്കുക. നെയ്മർ ജൂനിയർ പറയുന്നു, വാട്ട്സ് യുവർ ഫീലിംഗ് അറ്റ് ദിസ് മൊമെന്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഫീലിംഗ്? സാന്റോസ് ഇതാ ബ്രസീലിയറോ സീരിയയിൽ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഗോളുകൾ അടിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് എന്താണ്? നെയ്മറുടെ മറുപടി കളിക്ക് ശേഷം ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഗോളുകളുടെ കാര്യത്തിലൊന്നും മാത്രമല്ല സാന്റോസിനെ സഹായിക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ വളരെ സന്തോഷവാനാണ്. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, എൻ്റെ ടീംമേറ്റ്സ് ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അവർ കൂടി ചേർന്നിട്ടാണ് ഈ നേട്ടങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. ഇത് പറഞ്ഞ നെയ്മർ വീണ്ടും പറയുകയാണ്, ഇനി ഒരു കളിയല്ലേ ബാക്കിയുള്ളൂ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, ഒരു കളിയാണ് ഇനി ബാക്കിയുള്ളത്. അത് വിലോ ബെൽമിറോയിൽ ഞങ്ങളുടെ മൈതാനത്ത് ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിലാണ്. ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങ് ഇറങ്ങും. ഇപ്പോൾ ടീം കളിക്കളത്തിലെടുക്കുന്ന എഫേർട്ട് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പരിക്കിൻ്റെ കാര്യം അത് പ്രശ്നമാണ്, എൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് പലരും പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴും എൻ്റെ ഹെൽത്താണ് ഒരു പ്ലെയർ എന്ന നിലയിൽ ആദ്യമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. സോ എൻ്റെ ഒരു കരിയർ അപകടത്തിലാവാത്ത രൂപത്തിൽ ആ ലൈൻ ക്രോസ് ചെയ്യാതെ തന്നെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞ നെയ്മർ ജൂനിയർ വീണ്ടും പറയുന്നത്, ഇപ്പോൾ ഹാട്രിക് ഹീറോ ആണല്ലോ, എന്ത് ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻസും ഇല്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ ഗോൾ അടിക്കാനുള്ള കഴിവിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എല്ലായ്പ്പോഴും കളിക്കളത്തിൽ നെയ്മർ ജൂനിയർ ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കളിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ചില സമയത്ത് അത് നടക്കും, ചില സമയത്ത് നടക്കാതെ പോകും. ഇതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും കളിക്കളത്തിൽ എപ്പോഴും എൻ്റെതായ രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നെയ്മറായി തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.